അറസ്റ്റിലായ സംവിധായകരെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തു. നമുക്കിപ്പം എസ് ശരൺ ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരണാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ശരൺ, ഗുഡ് ഈവനിങ് ശരൺ. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രമുഖ സംവിധായകരാണ്, യുവ സംവിധായകരാണ്. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജിംഖാന എന്ന സിനിമയുടേതടക്കം സംവിധായകൻ കൂടിയാണ്. അലി അക്ബർ ഷായാണ് നമുക്കൊപ്പം ചേരുന്നത്. അലി, എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെങ്കിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലെ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗത്തിൻ്റെ കൂടുതൽ കണ്ണികളിലേക്ക് പോകാനുള്ള ഒരു തുടക്കമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുമോ? ഇവരുടെ മൊഴികളിൽ നിന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണോ എക്സൈസിൻ്റെ തീരുമാനം? ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ. ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വ്യാപകമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മലയാളത്തിലെ യുവനിര സംവിധായകരിൽ പ്രധാനികളായ രണ്ടുപേർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള പൂർവ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംവിധായകരായിട്ടുള്ള ഖാലിദ് റഹ്മാനെയും അതുപോലെ അഷ്റഫ് ഹംസിയെയും 506 നമ്പർ മുറിയിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടുന്നത്. ഇവരോടൊപ്പം ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇയാളാണ് ഈ കഞ്ചാവ് ഈ മുറിയിലേക്ക് എത്തിച്ചത്. ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഇയാളുടെ സുഹൃത്ത് ഇടനിലക്കാരൻ വഴിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് സംഘടിപ്പിച്ച് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇടനിലക്കാരനെയും അതുപോലെ തന്നെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം എക്സൈസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആയി തുടരുന്നതാണ് ഇവരിലേക്ക് ബന്ധപ്പെടാൻ കഴിയാതെ ഒരു വെല്ലുവിളിയായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പുറത്തു വന്നത്. നമ്മളാണ് ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. അതിൽ മറ്റൊരു പ്രധാന കാര്യം, ഈ ഫ്ളാറ്റ് ഈ ഛായാഗ്രാഹകനായിട്ടുള്ള സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റാണ്. നേരത്തെ തന്നെ സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ ഈ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലയിലുള്ള ഒരു പരിശോധനയും നേരത്തെ ആരെല്ലാം എത്തിയിട്ടുണ്ട് എന്ന നിലയിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സമീർ താഹിറിനെയും ഉടൻ തന്നെ എക്സൈസ് ചോദ്യം ചെയ്തേക്കും. എന്തായാലും വല വിരിച്ച് കഴിഞ്ഞു സിനിമാ മേഖലയിലേക്ക് എക്സൈസ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സമീർ താഹിറിനെ ചോദ്യം ചെയ്യും, അതുകൂടാതെ മറ്റ് സിനിമാ പ്രവർത്തകരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നതാണ് എക്സൈസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ആരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതേസമയം ഈ 2 സംവിധായകർക്കുമെതിരെ ഫെഫ്ക നടപടിയെടുത്തിട്ടുമുണ്ട്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കേസിന്റെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലാണ്, എന്തെല്ലാം തെളിവുകൾ പുറത്തുവരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് ഫെഫ്ക അറിയിച്ചിരിക്കുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് പിടികൂടാൻ സാധിക്കാത്തതുകൊണ്ട് 2 സംവിധായകരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അരുൺ, താങ്ക് യു. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അലി.